A flat belt is required to transmit 20 kilowatt power at 1044 RPM. The driver and the driven shaft are approximately 3 meters apart. The dimension of pulley mounted on driver and driven shaft are 300 mm and 450 mm respectively. The weight density of the selected belt material is 9.7 into 10 raised to 3 Newton per meter cube. Allowable design stress sigma d is equal to 2 Newton per mm square and coefficient of friction is 0.3. Determine the width of the belt. Thickness is given 6 mm. Length of the belt, initial tension in the belt and centrifugal tension in the belt, that is TC. So solution, first given that we have to write it. Power P is equal to 20 kilowatt, capital N is equal to 1440 RPM, center distance is 3000 millimeter, small letter d is equal to 300 mm, that is driver, capital D is equal to 450 mm, driven, then weight density 9.7 into 10 raised to 3 Newton per meter cube. Sigma d is equal to 2 Newton per mm square, mu is equal to 0.3, t is equal to 6 millimeter. So, we have to find out first of all B for the reference data book page number 291, 14.5. You can see the power equations. P is equal to BTV divided by 1000 bracket sigma d minus WP square divided by 10 raised to 6 into G into e raised to mu theta minus 1 divided by e raised to mu theta. अब इवड़ा theta S in the equation इवड़ा theta എടുക്കണം. അപ്പോൾ ഇക്വേഷൻസ് കാരണം ഡ്രൈവറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഡ്രിവൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തീറ്റ എസ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് ക്യാപിറ്റൽ ടി മൈനസ് സ്മോൾ ടി ഡിവൈഡ് ബൈ സി ആ വരിക. അപ്പോൾ പൈ ഇസ് ഈക്വൽ 0.45 മൈനസ് 0.3 ഡിവൈഡ് ബൈ 3. So 3.092 radian കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പവർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബി കിട്ടും. ബി ഇസ് ഈക്വൽ ടു 162.25 millimeter. സോ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടാൻ ടേബിൾ 14.9 നോക്കുക, പേജ് നമ്പർ ഡാറ്റ ബുക്ക് 311. So you will get the value of width of the belt is equal to 180 millimeter. But the design is always based on pulley having smaller diameter. അപ്പോൾ ഇവിടെ ഡ്രൈവറാണ് സ്മോളർ ഡയമീറ്റർ, അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവർ ഡിസൈന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി പ്ലസ് ടി ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 60. കാരണം സ്മോളർ പുള്ളി എന്ന് പറയുന്നത് ഡ്രൈവറാണ്, അതുകൊണ്ടാണ് ഡിസൈൻ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഡ്രൈവർ. The design is always based on the pulley having smaller value of diameter. Okay. Smaller pulley inde theta s inde value ചെറുതായിരിക്കും, larger pulley ക്ക് വലുതായിരിക്കും. Okay. Data book page number 289 ൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. തീറ്റ എസും തീറ്റ അല്ലല്ല. അപ്പോൾ തീറ്റ എസ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ബെൽറ്റ് കിട്ടി. നെക്സ്റ്റ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ബെൽറ്റ്. അപ്പോൾ തീറ്റ ഈക്വൽ 3.09 റേഡിയൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഓപ്പൺ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത്, അതൊന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നു അത് ഓക്കെ ആണോ എന്ന്. സോ ചെക്ക് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ മതി. 1 degree is equal to pi by 180 radian. So 1 radian is equal to 180 divided by pi degree. അപ്പോൾ 3.09 radian എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 3.09 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 3.14. അപ്പോൾ അത് നമുക്ക് എത്ര ഇടും? 177 ഡിഗ്രി കിട്ടി. സോ ഓർമ്മിക്കുക, 177 ഡിഗ്രി വിച്ച് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. സോ ഹിയർ ഇറ്റ് ഈസ് ഓപ്പൺ ബെൽറ്റ്. 150 താഴെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഓപ്പൺ ബെൽറ്റാന്ന് പറയാം. ഇനി ലെങ്ത് ഓഫ് ദി ബെൽറ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ബെൽറ്റിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ക്രോസ് ബെൽറ്റിൻ്റെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സ് ശരിയാണെന്ന് മനസ്സിലാവുന്നു. സോ എൽ ഈസ് ഈക്വൽ ടു പൈ
pi into capital letter D plus small letter d by 2 plus capital letter D minus small letter d whole square divided by 2c 4c plus 2c എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 290ൽ 14.2b എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈ നമുക്കറിയാം, ക്യാപിറ്റൽ letter D എത്രയാ, ഇറ്റ് ഈസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 450, small letter d എന്ന് പറയുമ്പോൾ 300 ഡിവൈഡ് ബൈ 2 പ്ലസ് 450 minus 300 whole square divided by 4 into 3000 plus 2 into 3000. So you will get the value of 7180 millimeter, that is equal to 7.18 meter. അപ്പോൾ അങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി ഓപ്പൺ ബെൽറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second കൂടുതലായതിനാൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ വി ഹാവ് ടു കൺസിഡർ. So how to calculate the value of centrifugal tension? For that refer data book page number 291 14.3 equation. അവിടെ WBV square TV square divided by 10 raised to 6 into G എന്ന് പറയുന്ന ഇക്വേഷൻ കാണാം. W എന്ന് സ്പെസിഫിക് വെയിറ്റ്, റോ ഇൻറ്റു G ആണ്. അപ്പോൾ 9.7 into 10 raised to 3 അതാണ് നമുക്ക് W, which is directly given in our question അല്ലേ. ശരിയാണ്, വെയിറ്റ് ഡെൻസിറ്റി അത് അതിനുണ്ട്, ഇറ്റ് ഇസ് ഡയറക്ട്ലി ഗിവൺ. റോ G W it is given. So 9.7 into 10 raised to 3 into B എത്രയാണ്, സ്റ്റാൻഡേർഡ് വിഡ്ത്ത് 180 into T means thickness into 23.07 square divided by 10 raised to 6 into 9.81. So you will get the value of centrifugal tension is equal to 568.36 Newton. Next, to find out the value of initial tension. അപ്പോൾ initial tension എപ്പോഴും T1 ൻ്റെയും T2 ൻ്റെയും ഇടയിലായിട്ട് എവിടെയും ആയിട്ട് വരിക. സോ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 291 കാണാൻ പറ്റും. റൂട്ട് ഓഫ് T1 പ്ലസ് റൂട്ട് ഓഫ് T2 is equal to 2 into square root of T0. അപ്പോൾ T1 ഉം T2 നമുക്കറിയില്ല, എന്നാൽ മാത്രമേ നമുക്ക് T0 കണ്ടുപിടിക്കാൻ പറ്റൂ. സോ T1 ഉം T2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണം രണ്ട് അൺനോൺ ആകുമ്പോൾ രണ്ട് ഇക്വേഷൻസ് വേണം. അപ്പോൾ പവർ ഈസ് ഈക്വൽ T1 മൈനസ് T2 into V, അത് നമുക്ക് ഒരു ഇക്വേഷനേ കിട്ടും. ഇനി അത് കൂടാണ്ട് വേറൊരു ഇക്വേഷനും കൂടി നമുക്ക് ഉണ്ട്. ഏതാ ഇക്വേഷൻ, T1 മൈനസ് TC ഡിവൈഡ് ബൈ T2 മൈനസ് TC is equal to e raised to mu θ. അപ്പോൾ അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കും. എന്തുകൊണ്ട്, ഹിയർ വി ഹാവ് ടു അൺനോൺ, രണ്ട് അൺനോൺ ഉണ്ടാകുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ വേണം. അപ്പോൾ അങ്ങനെ ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കിട്ടും, T1 ഉം T2 കിട്ടും. വൺസ് യു ഗോട്ട് ദി വാല്യൂ ഓഫ് T1 and T2 യു കൻ ഈസിലി ഫൈൻഡ് ഔട്ട് T0. ഓക്കെ, അപ്പോൾ T1 മൈനസ് T2 is equal to 20 into 10 raised to 3 Newton divided by 20 into 10 raised to 3 power divided by 23.07 meter per second. So that is equal to 866.93 Newton. That will be equation number 1 എന്ന് ഞാൻ എടുത്തു. അടുത്തത് T1 മൈനസ് TC ഡിവൈഡ് ബൈ T2 മൈനസ് TC is equal to e raised to mu θ. അപ്പോൾ T1 മൈനസ് TC is equal to e raised to 0.3 into 3.09. ഓക്കെ, into T2 മൈനസ് TC. So 0.3 into 3.09. അപ്പോൾ e raised to ആ വാല്യൂ എന്ന് പറയുമ്പോൾ 2.527 into T2 മൈനസ് TC എന്ന് വരും. അപ്പോൾ ഈ T2 ടേമെല്ലാം LHSലേക്കും TC ടേമെല്ലാം RHSലേക്കും കൊണ്ടുവരിക. So T1 minus 2.527 T2 is equal to minus 1.527 into TC. TC is 568.36. So you will get the value of T1 minus 2.527 T2 is equal to minus 867.89. That is equation number 2. Now you have to solve equation 1 and equation 2. So you will get the value of T1 is equal to 2003.5 Newton and T2 is equal to 1136 Newton. Next is square root of T1 plus square root of T0. T2 is equal to 2 into square root of T0. So you will get the value of T0 is equal to 1539 Newton. That's all about this problem. Okay.